മാമ ഫസ്റ്റ് ഇതാ മൊബൈല്. സ്ലൈഡ്. എൻ്റെ ഫോൺ. ഞാൻ ക്രയോൺ വെച്ച്. കണ്ണിലല്ല, താഴെ വെക്കി. ഇനി എന്താ? ഇനി എന്താ വെച്ചാല് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അവസാനം വരെ വെക്കാൻ സാധനങ്ങൾ കയ്യിലുള്ളവര് ജയിക്കും. ഇതെന്തൊരു തല്ലിപ്പൊളി കളിയാണ്. സത്യം. ഹബീബ, ഈ കളിയിൽ ഈയും കുടുംബം എന്നോട് തോൽക്കും കേട്ടോ. കാരണം എന്റെ അടുത്തുള്ള അത്രയും കുണ്ടാവണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. നോക്കിക്കോ. കളിയായാലും കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരണ്ടേ? കളിയിലായാലും ജീവിതത്തിലായാലും പ്രിപ്പയർ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. മോമ വെച്ചോ. എന്റെ വീടിന്റെ താക്കോല്. എന്നാ ഞാൻ എന്റെ ചാവി വെച്ച്. ഞാൻ എന്റെ വാച്ച് വെക്കാൻ പോവാ. എന്നാ ഞാനും എന്റെ വാച്ച് വെച്ച്. മാമ ഇതൊക്കെ എന്താ? മോമ മുഴുവൻ കച്ചറയാണല്ലോ വെക്കണേ. എടാ കിട്ടിയതാടാ ടൂത്ത് പിക്ക്. ഇതെന്തിനാ മാമ ടൂത്ത് പിക്ക് കൊണ്ടടക്കണേ? എപ്പോഴാ ഒരു ആവശ്യം വേണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം വന്നില്ലേ, കണ്ടില്ലേ? ഷാനുമോക്ക് വിടാനുള്ള പരിപാടി ഇല്ല. എന്നാ ഞാൻ എന്റെ പേഴ്സ് വെച്ച്. ഞാൻ എന്റെ വള വെച്ച്. ഞാൻ അവസാനം മാമ മാമ വെക്കേ. മൂടിയോ? ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ 25 പൈസയാ. 10-27 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ആകെപ്പാടെ എന്റെ ഉണ്ടായിരുന്ന ഇതാ. ഇനി ഒന്നും ഇല്ലാണ്ട് ഈ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നാലും എന്റെ ധൈര്യം തൊട്ടാ അത് വെച്ചിട്ടാ. ഞാൻ തോറ്റ്, എന്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ ഉമ്മയും തോറ്റ്. പാപ്പയമ്മയും തോറ്റ്. ഇവിടെ നാണല്ലേ? തോറ്റപ്പോ എന്താ കുഴപ്പം? വിളിക്കണ്. ആ ഈ ഇങ്ങനെ മുത്തുകൾ പൊറുക്കി ഇട്ട മാമ തോൽക്കുള്ളൂ. ഇനി മാമാന്റെ ആ പാടെയുള്ള ഇതാ. ഇത് സൂക്ഷിക്കാൻ വേണ്ടിയാ മാമ ഈ പേഴ്സ് തന്നെ കൊണ്ട് നടക്കണത്. ഒന്നുമല്ല, നമ്മുടെ ഈ പരക്കം പാച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയാ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടരുതല്ലോ. അത് വെച്ച് ഇനി ഇന്റെ അടുത്ത് ആ പാടെയുള്ള ഈ പേഴ്സാണ്. മാമ തോറ്റ്. ഇത് കൂടെ വെച്ച് ല്ലേ എന്താ ഒന്നുമില്ല മാമ. എന്താ നിങ്ങള് ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഞാൻ വിചാരിച്ച ജയിക്കായിരുന്നു. ഇന്നത്തെ കളി ഇനി സാധനങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ പുറത്തെടുക്കാൻ. ഞാൻ ഇത് എടുക്കായിരുന്നു അറിയോ? നമ്മളെ കുട്ടികൾ കളി തോക്കാതിരിക്കാനാ. ഓ പിന്നെ കുഞ്ഞാക്കണ്ട ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പോയി കാണി മാമങ്ങള്. ഈ കാണ് ഇത് കണ്ട, ഇത് ഞാൻ പുറത്തെടുത്താ. ഡ്രൈവിംഗ് ലൈസൻസ് സെപ്പറേറ്റ് സൈഡിൽ കാണ്. നോക്കട്ടെ. എന്താടാ ഈ ഇതുവരെ എമറേറ്റ് സൈഡ് കണ്ടിട്ടില്ലേ? അന്റെ നോട്ടം കണ്ട എനിക്ക് സംശയം തോന്നില്ല അനക്ക് എമറേറ്റ് സൈഡ് ഉണ്ടോന്ന്. മോളെ ഖദീജ, ചെക്കന്റെ വീടും പത്രമൊക്കെ കാണുമ്പോ മൊത്തത്തിലൊരു കള്ളത്തിന് മണക്കലുണ്ട് കേട്ടോ. അല്ല കുഞ്ഞാക്ക, ഇങ്ങക്ക് ഇതൊക്കെ നിർത്തിട്ട് നാട്ടിൽ പോയിക്കൂടെ? അതൊരു കാര്യം. അമ്മായും കുട്ടികളൊക്കെ പാടെ പാവല്ലേ? പോണം. ഇനി പോയാ ഒടുക്കത്തെ പോക്ക. അതാ ഞാൻ വൈകിക്കണേ. അല്ലാണ്ട് ഈ വയസ്സാക്കാലത്ത് ഇനിയും തിരിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാന്? അതൊക്കെ നിങ്ങൾ കുട്ടികള്. എടാ ഇവർക്ക് വിസിറ്റ് വിസ മാറ്റിട്ട് ഫാമിലി വിസ ആക്കി കൊടുക്കണ. ഇൻഷാല്ലാ മാമ. ആരൊക്കെ വേണ്ട ഒരു എമറേറ്റ് സൈഡിയൊക്കെ? ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എന്ത്? മുത്തുട്ടിയെ അന്നാ ഫിലിപ്പിൻ കുട്ടിക്ക് ഞാൻ കൈ കെട്ടി കൊടുത്തില്ലേ? അപ്പൊ കുട്ടീനോട് ചോദിക്കുക ഡോക്ടറാണോന്ന്. ഓ എന്റെ വാപ്പായിട്ട് ഈടെ പയറ്റില്ലേ? അപ്പൊ പയറ്റിയാലും നിനക്ക് പാരമ്പര്യമായിട്ട് ഇറങ്ങുന്ന കാര്യല്ലേ? അത് കാര്യ. ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്താ നിനക്ക് ഇവിടെ ഒരു ജോലി കിട്ടൂലേ? നല്ല തീരുമാനമാണ് കേട്ടാ. തീരുമാനം നല്ലതാണ്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് വരുമാനത്തിന്റെ കുറവുണ്ടെന്നുള്ളൂ. ഞാനത് ഗ്രാജുവലി കൂട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അത് നല്ല തീരുമാനമാണ്. വരുമാനം കൂട്ടാനേ കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ഞാൻ ശ്രമിക്കണം വരുമാനം കൂട്ടാൻ. ഒന്ന് പോടാ അവിടുന്ന്. അതല്ല മാമ, പിന്നെ എനിക്കിപ്പോ പറന്നു വരാൻ കുറച്ച് സമയത്തിന്റെ പ്രശ്നമുള്ളൂ. ഞാൻ പറന്നു വരുമ്പോ ഇവരെ കൂടെ എന്റെ ചെറുകിന്റെ അടിയിൽ ഉണ്ടാവൂലേ? അങ്ങനെ അതിനൊന്നും സപ്പോർട്ട് ചെയ്തെന്നാ മാത്രം മതി. മുത്തുട്ടിയെ ഇങ്ങളാ ചെറുക് വെച്ച് പറഞ്ഞോളി. ഞാൻ എന്റെ സ്വന്തം ചെറുകിന്റെ കാര്യല്ലേ പറഞ്ഞേ.